ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ ഇന്നൊരു ഡേ ഇൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ എഴുന്നേറ്റപ്പോഴേക്കും 9:15 വന്നപ്പോഴേക്കും. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ എഴുന്നേറ്റ ഉടനെ പല്ല് തേച്ചു, ഫ്രഷായി. ഇതെനിക്ക് ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയൊരു ശീലമാണ്. ഞാൻ ഒരു 2-3 വർഷം ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം ഞാൻ മടക്കി കട്ടിലൊക്കെ നീറ്റാക്കി വെക്കും. ഇതൊക്കെ എനിക്ക് നല്ല ശീലങ്ങൾ, ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ ഒരുപാട് നല്ല ശീലങ്ങളിൽ ഒന്നാണിത്. സോ അത് ചെയ്യുവാണ് ഞാൻ. അതിനിടയ്ക്ക് എൻ്റെ പൂച്ച വന്നു. കുറച്ച് നേരം അവളെ എടുത്ത് ഇങ്ങനെ കളിപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒന്നെങ്കിൽ പല്ല് തേക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കും. സോ ഇത് മസ്റ്റാണ്. ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മച്ചി. ദോശക്ക് കറി, കടലയുണ്ട്. എൻ്റെ പൂച്ചകളിൽ സുന്ദരൻ പൂച്ചയാണിത്. ആയക്കൂടിയുള്ളൊരു മെയിൽ ക്യാറ്റാണിത്. ഇവൻ്റെ മെയിൻ ഹോബിയാണ് നമ്മുടെ ഒരാളുടെ കാല് കിട്ടിയാൽ പിന്നെ അത് അവൻ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കൊരു ചെറിയ കടിയൊക്കെ തരും, വേദന എടുക്കാത്ത രീതിയിലുള്ള ചെറിയൊരു കടിയൊക്കെ. ദോശ കഴിക്കാം. പുറത്തൊരാളുണ്ട്. ഇതാരാ? ഇതാരാ? ഒരാളിത് ഇവിടെ ഉണ്ട്, ഒരാളിത് അവിടെ ഉണ്ട്. സസി, ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനൊന്ന് ഒഴിഞ്ഞ് നൈസായിട്ട്, ഒന്നുമില്ല, കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കണ്ണൊക്കെ എഴുതി പൗഡർ ഇട്ടത്രേ ഉള്ളൂ. ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അമ്മച്ചി എനിക്കൊരു പണി കൊണ്ടുവന്ന് തന്നു. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നാളൊരു കല്യാണമുണ്ട്. അപ്പോൾ അവരുടെ മെയിൻ തയ്യലൊക്കെ അമ്മച്ചി തയ്ക്കണത്. അപ്പോൾ അവിടുത്തെ ചേച്ചിയുടെ ബ്ലൗസ് അമ്മച്ചി തയ്ച്ചതാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ഹെമ്മിങ് വർക്ക് കൈപ്പണി ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് തന്നു. ആ കൂട്ടത്തിൽ എനിക്കൊരു ചായ അമ്മച്ചിട്ട് തന്നു. ഇതെന്താ സംഭവം എന്നറിയാമോ? ഇത് നമ്മുടെ എൻ്റെ മലേഷ്യൻ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ അവിടെ നിന്നൊരു ദുരിയാൻ ഫ്രൂട്ടിൻ്റെ ഒരു ടീ പൗഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നാണ് അത് ട്രൈ ചെയ്യണത്. അപ്പോൾ അമ്മച്ചി എനിക്ക് അതിൻ്റെ ചായ ഇട്ട് തന്നു. ഇത് എന്നിട്ട് അമ്മച്ചി ഇത് ചായ എടുക്കുന്ന സമയത്ത് ഞാൻ റോട്ടിൽ നിൽക്കുന്നതാണ്. ഞാൻ പൂച്ചെണ്ണം കൊണ്ടൊന്ന് നടക്കിറങ്ങിയതാണ്. ഇത് പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ല് മൊത്തം സ്പ്രെഡായി. എന്ത് സ്മെല്ലാണ് ഇതിന്! പക്ഷേ ചായ എടുത്തപ്പോൾ ആ സ്മെല്ലില്ല. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ടേസ്റ്റൊന്നും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ കാണാം. ഇത് നമ്മൾ വെറുതെ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ചായപ്പൊടി ഇടുകയും ചെയ്തത്. അപ്പോൾ ഈ കളർ തന്നെ. പക്ഷെ ടേസ്റ്റ് കൊള്ളാട്ടാ. പക്ഷെ ഇതിൻ്റെ സ്മെല്ല്, ഇത് തുറക്കുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ, അത് ഭയങ്കര അസഹനീയമാണ്. ആ ബ്ലൗസ് കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും അമ്മച്ചി എനിക്ക് അടുത്ത ബ്ലൗസ് കൊണ്ടു തന്നു കൈപ്പണിയാനായിട്ട്. ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ വാൽ തുറക്കാൻ വേണ്ടി സെസി ഉണ്ടാക്കുന്ന സൗണ്ടാണ്. കണ്ടില്ലേ, ഉണ്ടക്കണ്ണൊക്കെ കാണാം. സെസി, ഒരാൾ പുറത്ത് ചാടാൻ റെഡി ആയിട്ട് നിൽക്കണേണ്. തലയില്ല, തലയൊക്കെ പുറത്താണ്. തമ്പനയിൽ മാത്രമേ ഞാൻ ഇതേപോലൊരു ഫോൾഡർ ക്യാൻവയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ തമ്പനയിലും. പിന്നെ അതിന് വേണ്ടി വീഡിയോസിൻ്റെ ഇടയ്ക്കുള്ളത് കുട്ടി വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനകത്ത് സെറ്റാക്കണം. അപ്പോൾ അത് ചെയ്യുമായിരുന്നു ഞാൻ. ഇടയ്ക്ക് യൂട്യൂബും കാണും. കുറേ നേരം ഇത് ചെയ്ത് മടുക്കുമ്പോഴേക്കും ഞാൻ ബുക്ക് വായിക്കും. ചേതൻ ഭഗത്തിൻ്റെ ഹാഫ് ഗേൾ ഫ്രണ്ട്. ഇത് ഇത്രയായി വായിച്ച്, കുറച്ചുകൂടി ഉള്ളൂ. ഇന്നത്തെ ലഞ്ചിന് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു ഗൈസ്. ഇത് മനാലി ബിരിയാണിയാണ്. അമ്മച്ചി കുറേ നേരിട്ട് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. സോ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. ഞാനൊരു ബീഫ് ബിരിയാണി, അമ്മച്ചി ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. നമ്മൾ രാവിലെ കുറേ തുണി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. സോ തണുക്കുന്നതിന് മുമ്പ് തുണി എടുക്കാമെന്ന് വിചാരിച്ചു.
നോക്ക് ഗൈസ്, ഇത് ആരാണ് നോക്ക്, മരത്തിന്റെ മുകളിൽ കയറി ഇരിക്കുന്നത്. ഇത് പെണ്ണേ, നീ എന്താ അവിടെ ഇരിക്കണ? നിലത്തൊന്നും ഇരിക്കാൻ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ മരത്തിന്റെ മുകളിൽ പോയി ഇരിക്കണേന്ന് തോന്നുന്നു. എല്ലാവരുടെയും വീട്ടിൽ മസ്റ്റായിട്ട് കാണുന്നൊരു പച്ചക്കറി ആയിരിക്കില്ലേ കറിവേപ്പില. ഇത് ഈ വെയിലിൻ്റെ സമയത്ത്, വേനൽ സമയത്ത് മൊത്തം കരിഞ്ഞുണങ്ങിപ്പോയി. ഇപ്പോൾ മഴ പെയ്യുന്ന കാരണം ഡെയിലി രാത്രി മഴയുണ്ട്, അതുകൊണ്ട് രണ്ടാമത് എല്ലാം മുളച്ച് റെഡിയായിട്ട് വരുന്നുണ്ട്. നമുക്കൊരു ട്വിൻ ടവറിനകത്ത് കയറ്റിയാലും ബേസ്. എൻ്റെ കയ്യിൽ ഒരു ട്വിൻ ടവറിന് ആരും അകത്ത് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അടുത്ത് നിർക്കാം. This is Twin Tower. Oh my god. എന്ത് രസമല്ലേ കാണാൻ. ലൈക്ക് ഐ എം എക്സോസ്റ്റഡ്. സോ നമുക്കൊരു കുളി അനിവാര്യമാണ്. ഒന്ന് ഫ്രഷ് ആയിട്ട് കാണാം. സോ അങ്ങനെ നമ്മൾ കുളിച്ചു. ഇനി എന്താ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന ചൊല്ലണം, എന്നിട്ട് ഫുഡ് കഴിക്കണം, എന്നിട്ട് കിടന്ന് ഉറങ്ങണം. അതിനിടയ്ക്ക് ബുക്ക് വായിക്കണം. ബുക്ക് കുറച്ചുകൂടി ഉണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡെയിലി കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ബുക്കിൻ്റെ ഒരു ചാപ്റ്ററെങ്കിലും മാക്സിമം വായിച്ച് തീർക്കും. അതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു നല്ലൊരു ശീലമായിട്ട് എനിക്ക് തോന്നി. സോ ബുക്ക് ഞാൻ ഇന്ന് പകൽ കുറേ ഇരുന്ന് വായിച്ചു. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഹാഫ് ഗേൾ ഫ്രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ എനിക്കത് നിർത്തിയിട്ട് കിടക്കാൻ തോന്നുന്നില്ല, കുറച്ചുകൂടി വായിക്കാൻ തോന്നുന്നുണ്ട്. സോ കുറച്ച് നേരം ചിലപ്പോൾ ബുക്ക് വായിക്കും, എന്നിട്ട് കിടന്ന് ഉറങ്ങും. അങ്ങനെ ഒരു 8:45 ആയപ്പോഴേക്കും നമ്മൾ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞു. 8-ാം തീയതിയാണ് കുടുംബ യൂണിറ്റ്. അത് കഴിയുമ്പോഴേക്കും മാതാവിനെ അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകും. നമുക്ക് കുറച്ച് മാങ്ങ കിട്ടി. അപ്പോൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ വെള്ളം കളഞ്ഞ് ഞാൻ തുടച്ച് വെക്കുകയാണ്. പിന്നെ നമുക്ക് നല്ല കരിമീൻ വെള്ളത്തിയും ചോറും ഉണ്ട്. ആക്ച്വലി ബിരിയാണിയുടെ ബാക്കി ഉണ്ടായിരുന്നു, പക്ഷെ ഉച്ചക്കും ബിരിയാണി കഴിച്ചത് കാരണം ഐ ടുക്ക് ചോറ് ഫോർ ദ ഡിന്നർ. സോ നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു. ഇനി ഉറങ്ങാം. ഇപ്പോൾ സമയം ഏതാണ്ട് 10 മണി ആയിട്ടുണ്ട്. സോ ഗുഡ് നൈറ്റ് ഗൈസ്, ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ, ഗുഡ് നൈറ്റ്.